കുറച്ചുകൂടെ നീങ്ങി പോരേട്ടാ, അവിടെയൊക്കെ മുള്ളുണ്ട്. നാളെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവേ. മേളത്തെ കണക്ഷൻ അവരോട് ശരിയായിട്ടോ. പിന്നെ വാടക കാര്യം അതൊരു വിളിച്ചാൽ നമ്മളെ അറിയിച്ചോളാം. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? മൂപ്പര് എന്നോട് അവിടെ ആയിരുന്നപ്പോ ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. കണക്കൊപ്പിച്ച് മാസം വരുന്ന പൈസേനെക്കാളും വലുതല്ലേ മോനെ നമ്മുടെ കൂടെ തന്നെ ഒരാളുണ്ടെന്നുള്ള തോന്നല്. ഇതല്ല അവിടെ വരാൻ തുടങ്ങി. ആ നല്ല കഷ്ടപ്പാടുണ്ടാവും. നീ അങ്ങോട്ട് ചെന്നേ. വാ 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 നടക്ക്. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അറിയില്ല മോനെ, ഒന്നും കാണുന്നില്ല. ഇല്ലേ? ഇല്ല. പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു മടിയോ കുറ്റബോധമോ ഒക്കെ ഉള്ളിലുള്ള പോലെയായിരുന്നു മറുപടി. എന്തോ വലിയൊരു കാര്യം മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല. ഒന്നുമില്ലെങ്കിലും എല്ലാം 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ കുളിക്കണം. ഓക്കെ, അച്ഛൻ്റെ ഒന്ന് കിട്ടും നിനക്ക്. എന്നോട് ഞാൻ ഡേ ടൈമിൽ കുളിക്കാൻ പറഞ്ഞതാണ്. അന്നേരം അറിയാതെയാണെങ്കിലും മനസ്സോട്ട് ഞാൻ മൂപ്പര് പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ പാവം പോയപ്പോ മൂപ്പരുടെ സ്വത്ത് മുഴുവൻ എനിക്ക് തന്നിട്ടല്ലേ പോയത്. മോനെ, നിങ്ങളെ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞു. കുടുംബത്തിലൊരാള് ജീവിക്കാൻ നെട്ടോട്ട് ഓടുമ്പോ അത് നമുക്ക് തന്നെയല്ലേ മുൻതൂക്കം തരുന്നത്. അനന്തകൃഷ്ണൻ അശ്വതി പ്രണയമുട്ട്, ഗോപകുമാർ ഭരണി സന്താനമുട്ട്, നിഷേധിക്കുന്നില്ല. പഠിത്തവും കഴിഞ്ഞ് മകൾക്ക് വിദേശത്തൊരു ജോലി വേണമെന്ന് ആവശ്യം പറഞ്ഞപ്പോ ഞാനൊരു ഏജൻസിയെ പരിചയപ്പെടുത്തി എന്നുള്ളത് നേരം. ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ മോളെ കയറ്റി വിട്ടത്. ഒരാഴ്ച മുമ്പ് വീട്ടിൽ നിന്ന് പോയ കൊച്ച ഇതുവരെ ഞങ്ങളൊന്ന് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എവിടെയാണെന്ന് ഞാൻ അന്വേഷിക്കും. കയറ്റി വിട്ട നിങ്ങളോടൊക്കെ അല്ലേ എന്തെങ്കിലും സഹായം ചോദിക്കാൻ പറ്റും. കയറ്റി വിട്ടത് ഏജൻസി, അവരോട് പോയി ചോദിക്കണം. മനസ്സിലായില്ലേ? അവരോടൊക്കെ പോയി ചോദിച്ചത് അവരെല്ലാം കൈമലർത്തി. എനിക്കും അത്രയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. ഒരു സഹായം ചെയ്തു വെച്ച് കയറ്റി വിട്ട് അന്ന് തുടങ്ങിയതാ. വെറുതെ തലവേദനയാകാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കും. മെറ്റീരിയൽസിന്റെ വിലയെല്ലാം റോക്കറ്റ് പോലെയാ കയറുന്നത്. നീ വല്ലതും അറിയുന്നുണ്ടോ? നീ നിന്റെ കൂട്ടുകാർ ചാക്കിനകത്ത് പണവും കൊണ്ടുവരുന്നത് കാത്തിരുന്നു. എന്താ അപ്പോ അതിനെല്ലാരും ഉണ്ടാവുമെന്ന് അറിയാനാ. അയ്യോ, ഇവരാരും ഉണ്ടാവില്ല. ഞാനും മോന് വരാം. പക്ഷേ ഈ അനുശോചനത്തിന് മുമ്പായിട്ടൊരു പ്രശ്നം വന്ന് കിടപ്പുണ്ടേ. അപ്പൊ അതിൽ നിന്ന് തലയൂരാൻ ഇവിടുന്ന് വല്ല സഹായം ഉണ്ടാവുമെന്ന് അറിയാനും കൂടെ വന്നു. അത് ഈ പലതേട്ടം മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അല്ല, ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ വെള്ളത്തോട്ട് വിഴുന്നോ വിചാരിച്ചിരിക്കണം. വിഴുങ്ങിയേ നോക്കൂ. പുള്ളി നടത്തിയ ഇടപാടിന്റെ തെളിവെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരുപാട് ചെകഞ്ഞ് ഫ്ലാഷ് ബാക്കിലോട്ട് പോയാലേ പുള്ളി കൂട്ടത്തിലൊരാളല്ല, ഇതിന്റെ തല തന്നെ പുള്ളിയായിരുന്നു എന്ന് നിങ്ങൾക്ക് പോയിട്ടുണ്ട്. ഈ അമ്പലം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും ഒക്കെ പുള്ളിയുടെ വകയായിരുന്നു. പണ്ടുകാലത്ത് ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്ന വഴി ഇവിടെ ആര്യങ്കാവ് 3 കൂടിയ കവലയില് ലെഫ്റ്റോ റൈറ്റോ എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോ അവിടെ വഴിയരികിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ദരിദ്ര സ്ത്രീയായ മോഹിനീശ്വരി പുള്ളിക്ക് വഴികാട്ടി കൊടുത്തത്. ചേച്ചി, ലങ്കയിലേക്കുള്ള വഴിയൊന്ന് പറയാമോ? അത് ഈ വലത്തോട്ട് തിരിഞ്ഞ് നേരെ വെച്ച് പിടിച്ചാൽ ഓ, വലിയ ഉപകാരം ചേച്ചി. കുടിക്കാൻ ഒരു ഗ്ലാസ് സംഭാവന. എന്റെ കയ്യിൽ നയാ പൈസ ചില്ലറയോ ഇല്ലായിരുന്നു. ശ്രീരാമൻ ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കുടിക്കാൻ സംഭാരവും കഴിക്കാൻ കടലമാവും കടലയും ചേർത്ത ഒരു പലഹാരവും മോഹിനീശ്വരി സൗജന്യമായി കൊടുത്തത്ര. അത്
അവരുടെ നല്ല മനസ്സിനോട് മതിപ്പ് തോന്നിയ ശ്രീരാമൻ വെയിലത്തിരുന്ന് കച്ചവടം ചെയ്തിരുന്ന മോഹിനീശ്വരിക്ക് വരമായിട്ട് ഒരു പാർപ്പിടം കൊടുക്കുകയായിരുന്നു. വഴിതെറ്റി പോകേണ്ടിയിരുന്ന ശ്രീരാമന് വഴികാട്ടിയായ മോഹിനീശ്വരി പിന്നീട് 100,000 പേർക്ക് വഴികാട്ടുന്ന മോഹിനീശ്വരി ദേവി. ആ പാർപ്പിടം പിന്നീട് അമ്പലവുമായി. ഈ ഐതിഹ്യം പറഞ്ഞ ഭരതേട്ടൻ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിച്ചത്. രാമായണത്തിൽ ഏത് മോഹിനീശ്വരി? രാമായണത്തിൽ അങ്ങനെ ആരുമില്ല. അതും ഭരതേട്ടന്റെ കോൺട്രിബ്യൂഷനാണ്. ഇത്രയൊക്കെ ചെയ്തു വെച്ച ആള് നമ്മുടെ കൂടെ ഇല്ലാന്ന് കരുതിയിട്ട് നമുക്ക് വെറുതെ അങ്ങനെ വിടാൻ പറ്റും? നിങ്ങൾ പറ. നാളെ കഴിഞ്ഞ് പോകുന്നല്ലോ പറയും. അപ്പൊ അതിനു മുമ്പ് ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഒന്നില്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ. നല്ല മധുരം. ഇന്നിറങ്ങട്ടെ. തലക്കെന്ത് പറ്റി? തേങ്ങ അടച്ചതാ ആരെങ്കിലും അമ്പലത്തിൽ. ആ നല്ലതേ വരും. ശരി. അപ്പൊ പറഞ്ഞോലെ അയാള് പോയോ? ഓ പോയി. അയാളുടെ ഒരു നോട്ടം. ആരാത്? അച്ഛൻ്റെ വകയിലേതൊരു കൂട്ടുകാരനാ. അമ്മേ, അച്ഛമ്മയുടെ പേരെന്തായിരുന്നു? അച്ഛമ്മയുടെ കുട്ടിയമ്മ. അതെല്ലാരും വിളിക്കുന്ന പേരല്ലേ? ശരിക്കുള്ള പേര്? മോഹിനീശ്വരി. ആ. അമ്മയ്ക്ക് അച്ഛനോടുള്ള ദേഷ്യം വരുമ്പൊക്കെ മാറിയോ? ഓർക്കാൻ പറ്റുന്നൊന്നുമല്ല ചെയ്തത്. എന്നാലും അങ്ങ് പോയില്ലേടാ. ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഒരു തെറ്റല്ലേ, പോട്ടെ. ഒരു നാടിനെ മുഴുവൻ പറ്റിച്ചു. ആ അങ്ങനെയാണ് പറഞ്ഞിട്ട് പോയെ. അച്ഛനാണ് തുടങ്ങിയതെങ്കിൽ ഈ പൂജയും വഴിപാടൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കിയാലും നാട്ടുകാരെ പറ്റിച്ചാ പോരെ. ദ്രോഹിക്കണ്ടല്ലോ. മരിച്ച് മണ്ണടിച്ചാൽ ഇയാളെ കൂട്ടിലെ തലവേദന വാർത്തയില്ല. ഇയാളെ ഞാനാൻ വരട്ടെ. അയാളൊരു ഫ്രോഡാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അയാൾ പറയുന്നത് നമ്മളാരും തൊള്ളേണ്ടെന്ന എന്റെ അഭിപ്രായം. ആ അതുപോലെ തന്നെ ഈ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുമ്പോ ആ ബേബി ഒക്കെ ഇല്ലേ, അപ്പൊ അയാളുടെ അടുത്തൊന്ന് ചോദിച്ചാ പോരെ? അയ്യോ വേണ്ട മോനെ, ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അതെ, ഈ കോവിഡ് എന്തെങ്കിലും ചില്ലറ കിട്ടാൻ വേണ്ടി നമുക്ക് നേരെ എറിഞ്ഞാണെങ്കിലോ അങ്ങനെ ഒരാൾ വന്നിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല, നമുക്ക് മാറ്റുന്ന വീട്ടിൽ പോകും. ഒന്ന് പോയെന്ന്. അച്ഛനെ അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ കള്ളനാക്കിയിട്ട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിവിടെ ആരും സമ്മതിക്കില്ല. വേറെ ഇപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനെ എടുത്തു പിടിച്ചെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായമൊന്നുമില്ല. ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് അവിടെ വരെ പോകും ചേട്ടാ. കൊടുത്താൽ ചിലവേട്ടന ഏതെങ്കിലും സ്ഥലത്തിന്റെ മുകളിലായിരിക്കും. നിങ്ങൾ പുറത്തുള്ളവരെ സെറ്റിൽ ചെയ്ത് വിടുന്ന പോലെ ഞങ്ങളെ കൂടെ വല്ലപ്പോഴും പരിഗണിക്കും. ഞാനൊന്നും നിങ്ങളൊന്നും കണ്ണിൽ പോലും പെടുന്നില്ല എന്നൊരു എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ പറയണമെന്ന് കുഴപ്പം. കിടന്നോ? ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എല്ലാരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഒറ്റ രാത്രി കൊണ്ട് മറച്ചതാ. കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുവാ. വീടോ, ഇതൊക്കെ ഇപ്പൊ കൊടുത്തില്ലെങ്കിലേ ജീവിതം മൊത്തത്തിൽ ഇരുട്ടിലാവും. എന്റേത് വൈകിട്ട് എത്തിക്കാം. സത്യേട്ടന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. ആൾക്ക് സ്ട്രെസ് എടുക്കാൻ വയ്യെന്നാ പറയണേ. ആയ കാലത്ത് അർമാദിച്ചിട്ട് ഒരു പ്രശ്നം വന്നപ്പോ സ്ട്രെസ്സും സങ്കടമൊന്നും പറഞ്ഞ് ചേരിടാതെ മുങ്ങാനാണ് പ്ലാനെങ്കിൽ ഞാൻ കൂട്ടുവേ. അതാരായാലും നമുക്ക് ഈ മോഹൻദാസിനോടെ ഈ 1.5 CR ഒന്ന് താഴ്ത്തി പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? നടന്നത് തന്നെ വെറും നാറിയ. എടാ, ഈ പഴയ പ്രതാപമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഭണ്ഡാരത്തിലാണെങ്കിൽ കാര്യമായ വരവൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ വല്ലത് കിട്ടുന്നതാണെങ്കിലും അത് ഈ ഐതിഹ്യത്തിന്റെ പേരുള്ള മിച്ചം സംഭാരവും കൊടുത്ത് അതാ വഴിക്ക് ഇങ്ങനെ പോയി കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇപ്പൊ പണ്ടത്തെ പോലെ മോണോപ്പൊളി പരിപാടികളൊന്നുമില്ല. പിന്നെ ചോറൂണ്, വാഹന പൂജ, കല്യാണം ഇതൊക്കെ കോമ്പറ്റീഷൻ നിൽക്കുന്ന അമ്പലത്തിലേക്കാ പോണേ. ഈ ജോലി പ്രേമമൊക്കെ സെറ്റപ്പാക്കി തരുമെന്ന് ചോദിച്ചു വരുന്ന അയ്യോ പാവങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. പഴയ പ്രീമിയം ഭക്തന്മാരിൽ ഒരാൾ പോലും നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് ബേബി പറഞ്ഞ പോലെ ഇതൊന്ന് ചവിട്ടാൻ പറ്റുമെന്ന് നോക്ക്. ഇല്ലെങ്കിൽ നിർത്തിയിട്ട് നമുക്ക് അതിന് നല്ല ഇതുണ്ട്.
ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്. നീ കഴിച്ചു വെക്കില്ല? ഒരു പ്രാവശ്യം കവത്തിണ്ടാവും. നിനക്ക് തുറന്ന് പണ്ട് ആ അത് ശരിയാ. കാര്യമായ ശബ്ദം. മിണ്ടനക്ക് ഒരു ബദ്ധായിരിക്കും